നമസ്കാരം. രുചിഭേദത്തിൽ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് എന്ത് കഴിച്ചാലും എല്ലാത്തിനും ശേഷം ലേശം മധുരം കഴിച്ചു കഴിഞ്ഞാൽ അത് ഉത്തമമായി തൃപ്തിയായി എല്ലാവർക്കും പൂർണ്ണതയും കിട്ടും. അപ്പോൾ ഇന്നത്തെ ഒരു വിഭവം ഒരു മധുരമുള്ള വിഭവമാണ്. നമുക്കിതിനെപ്പറ്റി കൂടുതലും അജിത പറയും. അജിത സ്വീറ്റ് ആണെന്ന് പറഞ്ഞ് സ്വീറ്റ് സാധനങ്ങളുണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ ഈ ഒരു വെജിറ്റബിൾ ഇവിടെ എന്തുവാ ചെയ്യണമെന്ന് ഒരു പിടി കിട്ടിയില്ല. ഇതിൻ്റെ അവപ്പം എന്തുവാ? ക്യാരറ്റ് ഹൽവ ആണ്. ക്യാരറ്റ് കൊണ്ട് ഒരു ഹൽവ സംശയിച്ചു, പക്ഷെ എന്തായാലും അവിടെ പോരട്ടെ, നീ അബദ്ധം പറയേണ്ടത് ഇതിന് മിണ്ടാണ്ടിരുന്നത്. അപ്പം ക്യാരറ്റ് ഹൽവയാണ് ഇത് ഉണ്ടാക്കാൻ പോണ്. അതിനാവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരറ്റ് വേണം, 1/2 ലിറ്റർ പാല്, 1 കപ്പ് പഞ്ചസാര, നെയ്യ്, കണ്ടൻസ് മിൽക്കാണ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയും. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. പിന്നെ ഇവിടെ ഒരു പാത്രത്തിൽ ഓൾറെഡി കുറച്ച് നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് അവസാനം ലയിപ്പിക്കാനായിരിക്കും. നമുക്ക് എന്തായാലും പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ആദ്യം ക്യാരറ്റ് ആദ്യം ഇതിന് സ്ക്രേപ്പ് ചെയ്തെടുക്കണം അല്ലേ? അതിവിടെ സ്ക്രേപ്പർ കണ്ടപ്പോൾ പെട്ടെന്ന് പിടികിട്ടി. പിന്നെ ഇത് നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ മുമ്പ് പ്രയോഗിച്ച് നോക്കിയിട്ടുള്ളതുകൊണ്ട് അതിനെപ്പറ്റിയൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഇത് ഏറ്റവും ചെറിയ സ്ക്രേപ്പറിൻ്റെ ഏറ്റവും ചെറിയ ഹോൾസിൽ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ എത്രയും ചെറുതോ അത്രയും നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ക്യാരറ്റിൻ്റെ ഹൽവ ഉണ്ടാക്കാനാണോ ഇത്? ക്യാരറ്റ് കളറിലൊക്കെ ഡ്രസ്സിങ് ഒക്കെ കറക്റ്റ് മാച്ചിങ്ങിലൊക്കെ വന്നിരിക്കുക അജിതേന്ന്. അത് ഞാൻ ഓർത്തില്ല, പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു കൊടുത്തിരിക്കാം. അത് കറക്റ്റ് കോമ്പിനേഷനും ക്യാരറ്റിൻ്റെ അതിൻ്റെ മേളിലൊക്കെ ഒടുങ്ങിയ പച്ച വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പച്ചയും കോമ്പിനേഷൻ. ആദ്യം ക്യാരറ്റ് മുഴുവനോട് ഇരുന്നപ്പോൾ ഞാൻ വലിയ ക്യാരറ്റ് കുറേ കിട്ടുന്നത്. ഇപ്പോൾ സ്ക്രേപ്പ് ചെയ്തത് പാകെ ഇച്ചിരിയുള്ളൂ. ഇത് ശരിയാവുള്ളൂ കേട്ടോ. ഇതിപ്പോൾ മധുരം നോക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ തോന്നുന്നു. എനിക്കത് കറക്റ്റ് പരുവാണെന്നല്ലേ. ഒരുപാട് ഇങ്ങനെ ഒലഞ്ഞു പോയിട്ടുമില്ല, നല്ല എന്താ പറയുക ബലമുണ്ട്. കുറച്ച് ബലമുള്ള ക്യാരറ്റ് തന്നെ ഉണ്ട്. തീരെ എന്താ പറയുക മുറ്റാത്ത ടൈപ്പ് എടുക്കരുത് അല്ലേ. അതാകുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ സ്ക്രേപ്പ് ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടാവും. നല്ല കളറുള്ളത് നോക്കാം. അത് അപ്പോഴേ നമുക്ക് ക്യാരറ്റ് ഹൽവയ്ക്ക് ആ കളർ കിട്ടുള്ളൂ. എനിക്കത് വലിയൊരു ന്യൂസ് പേപ്പർ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മളിതൊക്കെ എടുക്കുന്നത് കയറ്റുന്നത് കുറേയൊക്കെ ചെറിയ തീ കുറച്ച് വെക്കാം. തീ കുറച്ചിട്ട് നെയ്യ് ഒന്ന് ചൂടായോണ്ട് നമുക്കതിൽ ആദ്യം ഏതാ അണ്ടിപ്പരിപ്പാ, അണ്ടിപ്പരിപ്പിടാം. മൂത്തിട്ട് മതി അല്ലേ? അടുത്ത മുന്തിരി ഇട്ട് തരാം. എനിക്കത് കുഞ്ഞുഞ്ഞായിട്ട് മുറിച്ചാൽ കുറേ കൂടെ വോളിയം കിട്ടും അല്ലേ, ക്വാണ്ടിറ്റി കൂടുതലും കിട്ടും. നമുക്ക് കൊച്ചായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ എല്ലായിടും ഒരുപോലെ കിടക്കുകയും ചെയ്യും. പിന്നെ കാര്യമായിട്ട് എടുത്ത് കഴിക്കുന്നുണ്ടെങ്കിൽ മുഴുവനോടെ ഇടാം. നല്ല മൂത്ത് കഴിഞ്ഞു. ഇപ്പം 2ാം ഘട്ടം ജോലിയും തീർന്നു. ഇനി അടുത്ത് എന്തുവാ? ഇതിലേക്ക് ക്യാരറ്റ് ഈ നെയ്യ് തന്നെ അല്ലേ, വേറെ ചേർക്കണ്ടല്ലോ. അതിൽ ഇളക്കുമ്പോഴത്തേക്കും കുറേശ്ശെ നെയ്യ് ചേർക്കാം. ഒന്ന് വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേനും കുറച്ച് പാലോട് ഒഴിച്ച് പാലിൽ തന്നെയാണ് വേവിച്ചെടുക്കുക.
മൂക്കണോ ഇത് നന്നായിട്ട്? വേണ്ടല്ലോ. ഇനി ഇതിലേക്ക് പാലൊഴിക്കാം. ഇതിപ്പോൾ 1/2 ലിറ്റർ പാലുണ്ട്. കുറച്ച് ഒഴിച്ചാൽ മതിയല്ലോ. പകുതി പകുതി ഒഴിക്കാം. ആ ക്യാരറ്റ് ഒന്ന് മുങ്ങാൻ മതി അല്ലേ? കുറച്ചുകൂടി. ഇനി ഇതൊന്ന് വേകുന്നിടം വരെ ഒന്ന് മൂടി വെക്കാം. നമ്മൾ ആദ്യം ക്യാരറ്റ് അണ്ടിപ്പരിപ്പ് മുന്തിരിക്ക് 2 സ്പൂൺ നെയ്യിട്ട് നന്നായിട്ട് വറുത്തെടുത്തു. വറുത്ത് കോരി മാറ്റിയിട്ട് അതേ നെയ്യ് തന്നെ നമ്മൾ ക്യാരറ്റ് സ്ക്രേപ്പ് ചെയ്ത് വെച്ചതിന് ചേർത്തു. അതിൻ്റെ പച്ചപ്പ് മണം ഒന്ന് മാറി വന്നപ്പം പകുതി പാൽ, നമ്മൾ 1/2 ലിറ്റർ പാലാണ് എടുത്തിരുന്നത്, അതിൽ നിന്ന് പകുതി പാലൊഴിച്ച് ഇതൊന്ന് വേവിക്കാനായിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് മതിയോ അല്ലേ?